സോ നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്കിനെ കുറിച്ചാണ്. മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പൊ എന്റെ ലാപ്ടോപ്പും എന്റെ റൗട്ടറും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പൊ ആ കമ്മ്യൂണിക്കേഷൻ നടുക്ക് ഒരു ഹാക്കർ വന്നിട്ട് ആ ഒരു പാക്കറ്റ്സിനെ റീഡ് ചെയ്യുന്നതിനെ പറയുന്നതാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. അതാണ് അതാണ് പലരും പറയുന്നത് പബ്ലിക് വൈഫൈ ഒന്നും യൂസ് ചെയ്യരുതെന്ന്. കാരണം ഇതിന്റെ നടുക്ക് ഒരു ഹാക്കർ ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. അതായത് ഇപ്പൊ എന്റെ ലാപ്ടോപ്പും എന്റെ റൗട്ടറും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുക. അതിന്റെ നടുക്ക് ഒരു ഹാക്കർ വന്നിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷനെ റീഡ് ചെയ്യുന്നതിനെ പറയുന്നതാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. പറയുന്ന പോലെ തന്നെയാണ് മാൻ ഇൻ ദ മിഡിൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. ഓക്കെ, അത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അത് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് എറ്റർ ക്യാപ്പ് ടൂൾ ആണ് നമുക്ക് വേണ്ടത്. സോ എറ്റർ ക്യാപ്പ് ഗ്രാഫിക്കല് പാസ്വേഡ് കൊടുക്കാം. സോ ഇത് എലമെന്റ് സീറോയിൽ തന്നെയാണ് കണക്ഷൻ നടക്കുന്നത്. അപ്പൊ എലമെന്റ് സീറോ തന്നെയാണ് കൊടുക്കേണ്ടത്. ടിക്ക് കൊടുക്കുക, അക്സെപ്റ്റ് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഹോസ്റ്റ് സ്കാൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് സ്കാൻ ഫോർ ഹോസ്റ്റ് കൊടുക്കുക. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത്രയും ഡിവൈസ് കാണാം. ഇതിൽ 1.1 എന്ന് പറയുന്നത് എന്റെ റൗട്ടറാണ്. 1.1 എന്ന് പറഞ്ഞ റൗട്ടറും അതുപോലെ 1.6 എന്ന് പറയുന്നത് ലാപ്ടോപ്പും ആണ്. ഓക്കെ, 1.1 എന്ന് പറയുന്നത് റൗട്ടറും 1.6 എന്ന് പറയുന്നത് ലാപ്ടോപ്പാണ്. അത് 192 168 1.6 എന്ന് പറഞ്ഞ ലാപ്ടോപ്പും 192 168 1.1 എന്ന് പറഞ്ഞത് എന്റെ റൗട്ടറുമാണ്. അപ്പം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൗട്ടറിൽ നിന്ന് ലാപ്ടോപ്പിലോട്ടല്ല, ലാപ്ടോപ്പിൽ നിന്ന് റൗട്ടറിലോട്ടാണ്. അപ്പൊ ഏതാണ് ഒന്നാമത്തെ ടാർഗറ്റ് കൊടുക്കേണ്ടത്? ലാപ്ടോപ്പ് ആണ് ഒന്നാമത്തെ ടാർഗറ്റ് കൊടുക്കേണ്ടത്. ടാർഗറ്റ് വണ്ണിലോട്ട് ആഡ് ചെയ്യേണ്ടത് ലാപ്ടോപ്പ് ആണ്. അപ്പൊ ആഡ് ടു ടാർഗറ്റ്. ഓക്കെ ഓക്കെ, ലാപ്ടോപ്പ് ആ ടാർഗറ്റ് വണ്ണിലോട്ട് ആഡ് ആയിട്ടുണ്ട്. ടാർഗറ്റ് 2 എന്ന് പറയുന്നത് നമ്മുടെ റൗട്ടറാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് റൗട്ടറിലോട്ടാണ്. അപ്പം ടു ടാർഗറ്റ് 2. ഓക്കെ, ടാർഗറ്റ് 2ൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ MITM മെനുവിൽ പോയിട്ട് ARP പൊസിഷൻ ഓക്കെ കൊടുക്കുക. സ്നീപ്പ് റിമോട്ട് കണക്ഷൻസ് ഓൺ ആയിരിക്കണം. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ, നമ്മുടെ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പക്ഷെ നമുക്കിനി ഈ പാക്കറ്റ്സ് റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് വയർ ഷാർക്ക്. അപ്പൊ വയർ ഷാർക്ക് വെച്ചിട്ടായിരിക്കും നമ്മളത് റീഡ് ചെയ്യുന്നത്. സോ അതിന് വയർ ഷാർക്ക് എടുക്കാം. ഓക്കെ, എന്നിട്ട് 0 വെച്ചിട്ടാണ്. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം നമ്മൾ ഓരോരോ പാക്കറ്റ്സ് ആയിട്ട് റീഡ് ആയത്. ഇത് ലാപ്ടോപ്പ് ആണ് 1.6. സോ നമുക്കിനി HTTPS പ്രോട്ടോകോൾ അല്ലാത്ത ഒരു അൺസെക്യൂർ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ പോയിട്ട് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. അപ്പൊ ഇതിനകത്ത് നമുക്ക് ലോഗിൻ പാസ്വേഡും യൂസർ നെയിമും വരുമോ നോക്കാം. സെക്യൂർ അല്ലാത്ത ഒരു വെബ്സൈറ്റ് ആണ്. നമുക്ക് ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു യൂസർ നെയിം അടിച്ചു കൊടുക്കാം. ഞാനിപ്പോ യൂസർ നെയിം അയൺമാൻ ഇടുവാണ്. യൂസർ നെയിം അയൺമാന്, പാസ്വേഡ് അയൺമാൻ, അല്ലെങ്കിൽ വേണ്ട. ഓക്കെ, യൂസർ നെയിം ഹാക്കറിന് കൊടുക്കുവാണ്. പാസ്വേഡ് ഹാക്കറിന് കൊടുക്കുവാണ്. ഓക്കെ, നമുക്കൊന്ന് ലോഗിൻ ഇപ്പൊ പാസ്വേഡ്. സോ നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ലോഗിൻ കൊടുത്തിട്ടുണ്ട്. സോ വയർ ഷാർക്കിൽ പോയിട്ട് നമ്മള് HTTP പാക്കറ്റ്സ് ആണ് നമ്മൾ HTTP ആണ് നോക്കേണ്ടത്. അപ്പം HTTP ഡോട്ട് റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഈസിക്കൽ ടു പോസ്റ്റ്. ഓക്കെ കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു പാക്കറ്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. പ്രോട്ടോകോൾ HTTP ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം HTML ഫോം URL എൻകോഡ്.
അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ പറ്റും യൂസർ നെയിം ഹാക്കർ, പാസ്വേഡ് ഹാക്കർ. അതായത് സെക്യൂർ അല്ലാത്ത ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ലോഗിൻ ചെയ്തപ്പോൾ അവിടുത്തെ യൂസർ നെയിമും പാസ്വേഡും നമുക്ക് കാലിലിന സിസ്റ്റത്തിൽ വയർഷാർക്കിലൂടെ നമുക്ക് അറിയാൻ പറ്റി. അപ്പൊ ഇതിനെയാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് HTTPS അല്ലാത്ത ഒരു വെബ്സൈറ്റിൽ കയറി ലോഗിൻ ചെയ്യരുതെന്ന് പറയുന്നത്.